ഈ ഒരു ബില്ലുമായിട്ട് ഇന്നത്തെ സ്ഥിതിക്ക് മുമ്പോട്ട് പോയാൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരും. ഇത് കേവലം ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല. ഇപ്പോൾ ഉത്തരേന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിച്ചൊരു വ്യക്തി എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ സഹായഹസ്തം ലഭിക്കാത്ത ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇന്ത്യയുടെ കുഗ്രാമങ്ങളിൽ ജീവിക്കുന്നുണ്ട്. അവർ വിശപ്പടക്കുന്നത് ഇതുപോലുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം മൂലമാണ്, അവരെ സഹായിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സംഘടനകളെ ഇതിനകം തന്നെ കേന്ദ്ര സർക്കാർ വരിഞ്ഞു മുറുക്കി കഴിഞ്ഞു. ഇതുകൂടി ആകുമ്പോഴേക്കും അത് പൂർണ്ണമായി അസ്തമിക്കും. അതായത് ക്രമീകരണമല്ല ഇവരുടെ ഉദ്ദേശം. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കൊള്ള ചെയ്യലാണ്, റെഗുലേഷനല്ല, കോൺഫിസ്കേഷനാണ് ഈ ബില്ല് കൊണ്ടുള്ള ഉദ്ദേശം. അതിന് മറ്റൊരു മറുവശമുണ്ട്. RSSുമായി ബന്ധപ്പെട്ട നിരവധി നൂറുകണക്കിന് സംഘടനകൾക്ക് വിദേശ സഹായം വാങ്ങാനുള്ള അനുമതി പത്രം നൽകിയിട്ടുണ്ട്. അത് രഹസ്യമാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ചോദ്യത്തിന് ഏതൊക്കെ സംഘടനകൾക്കാണ് കഴിഞ്ഞ 10 വർഷക്കാലം പുതുതായി ലൈസൻസ് നൽകിയതെന്നുള്ള ചോദ്യം അനുവദിക്കാതിരുന്നത്. ഇപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥാപനം പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം അമേരിക്കയിൽ നിന്ന് പോലും ആയിരക്കണക്കിന് കോടി രൂപ RSSൻ്റെ സംഘടനകൾ ശേഖരിക്കുന്നു, സ്വരൂപിക്കുന്നു. അത് 200ഓളം സംഘടനകൾക്ക് കൈമാറുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഈ RSSനെ ഇതുപോലുള്ള അനുമതികളിൽ നിന്നും നിയന്ത്രണങ്ങളിൽ നിന്നും മോചിതമാക്കി മാറ്റിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് ആണെന്ന് കൂടി ഇവിടെ കൂട്ടി വായിക്കണം. RSSന് ഇങ്ങനെയുള്ള നിയമങ്ങൾ ബാധകമല്ല എന്നുള്ളൊരു വ്യവസ്ഥ കൂടി കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ മുൻകാലങ്ങളിൽ ചെയ്തിരുന്നു എന്ന കാര്യം കൂടി അടിവരയിടുന്നു. ഇതാണല്ലോ, അതായത് ഒരു സാധാരണഗതിയിൽ ഒരു ബില്ല് വരുമ്പോൾ എന്താണ്, പ്രധാനപ്പെട്ട ബില്ലുകൾ വരുന്നതിന് മുമ്പ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായിട്ട് ചർച്ച ചെയ്യുക, പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കുക. ഇനി അതിനുശേഷം രൂപീകരിക്കുന്ന ബില്ല് കൊണ്ടുവരുമ്പോൾ അത് പ്രധാനപ്പെട്ട ബില്ലാണെങ്കിൽ ഒന്നുകിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അയക്കുക, അല്ലെങ്കിൽ സെലക്ട് കമ്മിറ്റിക്ക് അയക്കുക. ഇന്ത്യയിൽ മുൻകാലങ്ങളിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബില്ലുകളിൽ 75% ഒന്നുകിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടുക എന്നുള്ളത് പതിവായിരുന്നു. ഇന്ന് 15% ബില്ലുകൾ പോലും അങ്ങനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ സെലക്ട് കമ്മിറ്റിക്കോ അയക്കുന്നില്ല. ഇപ്പോൾ ഈ നിയമം പാർലമെൻ്ററി കാര്യ മന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ ചർച്ച പോലും ഇല്ലാതെ ഞങ്ങൾ പാസ്സാക്കും എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു നിയമനിർമ്മാണത്തിൽ പാലിക്കേണ്ട ഒരു നടപടിക്രമവും ഞങ്ങൾക്ക് ബാധകമല്ല എന്നാണ് ആ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇത് ജനാധിപത്യ രാജ്യം തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇനി ആർക്കും വേണ്ടതില്ല.